എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര എറണാകുളത്തേക്കാണ്. നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിച്ച താരമായിട്ടുള്ള കൊച്ചിൻ ഖനീഫയുടെ വീടെന്ന് കാണുവാനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. മിമിക്രി കലാകാരനായി കലാജീവിതം ആരംഭിച്ച കൊച്ചിൻ ഖനീഫ 1970കളിൽ വില്ലൻ വേഷത്തിലൂടെയാണ് സിനിമയിൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. ഇടക്കാലത്ത് തമിഴിൽ സംവിധായകനും തിരക്കഥാകൃത്തുമായി, പിന്നീട് മലയാളത്തിൽ ഹാസ്യനടനായി മടങ്ങിയെത്തി വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു താരവും കൂടിയായിരുന്നു. 1951 ഏപ്രിൽ 22 എറണാകുളത്താണ് ഇദ്ദേഹത്തിൻ്റെ ജനനം. 1970കളിലാണ് ഹനീഫ തൻ്റെ സിനിമാ ജീവിതം വില്ലൻ വേഷങ്ങളിലൂടെ തുടങ്ങുന്നത്. അഷ്ടവക്രൻ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലെ അരങ്ങേറ്റം. പിന്നീട് ഹാസ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തു തുടങ്ങിയ ഹനീഫ അതിലൂടെ പ്രശസ്തനാവുകയായിരുന്നു. മലയാളം, തമിഴ്, ഹിന്ദി സിനിമകളിലായി ഏകദേശം 300ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. സൂത്രധാരൻ എന്ന സിനിമയിലെ അഭിനയത്തിന് 2001 മികച്ച സഹനടനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരവും ഇദ്ദേഹത്തിന് കിട്ടുകയുണ്ടായി. തമിഴിലും മറ്റു ഭാഷകളിലുമായി VMC ഹനീഫ എന്ന പേരിലാണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. വില്ലൻ വേഷങ്ങളിൽ സജീവമായ കൊച്ചിൻ ഖനീഫ ധീര, ഇണക്കിളി, മാറ്റുവൻ ചട്ടങ്ങളെ, വയൽ, ആ രാത്രി, കയം, പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ, ചെപ്പ്, മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു, കിരീടം തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയുണ്ടായി. കമലഹാസന്റെ മഹാനദിയിലെ പ്രധാന വില്ലൻ വേഷം ഉൾപ്പെടെ കുറേയേറെ തമിഴ് ചിത്രങ്ങളിലും ഇദ്ദേഹം അഭിനയിച്ചു. 90കളുടെ തുടക്കം മുതൽ കോമഡി റോളുകളിലേക്ക് ചുവടുമാറി. സംവിധായകൻ AB രാജിൻ്റെയും ജോഷിയുടെയും നിരവധി ചിത്രങ്ങൾക്ക് തിരക്കഥ രചിച്ചിട്ടുണ്ട് കൊച്ചിൻ ഖനീഫ. അടിമച്ചങ്ങല, ഇതിഹാസം, ആരംഭം, താളം തെറ്റിയ താരാട്ട്, സന്ദർഭം തുടങ്ങിയ ഒട്ടുമിക്ക ചിത്രങ്ങളും വൻ വിജയങ്ങളായിരുന്നു. ഒരു സന്ദേശം കൂടി 3 മാസങ്ങൾക്ക് മുൻപ്, സിന്ദൂരപ്പൊട്ടിൻ്റെ ഓർമ്മയ്ക്ക്, ആൺകിളിയുടെ താരാട്ട്, വീണമീട്ടിയ വിലങ്ങുകൾ, വാത്സല്യം, ഭീഷ്മാചാര്യ തുടങ്ങിയ ചിത്രങ്ങൾ ഇദ്ദേഹം സംവിധാനം കൂടെ ചെയ്തിട്ടുണ്ട്. കരുണാനിധിയുടെ തിരക്കഥയിൽ ഏതാനും തമിഴ് ചിത്രങ്ങളും സംവിധാനം ചെയ്തിട്ടുണ്ട്. സിനിമയുടെ വിവിധ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച ഒരു തികഞ്ഞ കലാകാരനായിരുന്നു കൊച്ചിൻ ഖനീഫ. ഈ കാണുന്നതാണ് കൊച്ചിൻ ഖനീഫയുടെ എറണാകുളത്തുള്ള വീട്. തമിഴിൽ സംവിധാനം ചെയ്ത ചിത്രങ്ങളും എല്ലാം തന്നെ നല്ല സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായിരുന്നു ഇദ്ദേഹത്തിൻ്റെത്. പൗരുഷവും തൻ്റെടവും പ്രകടമാക്കിയ പരുക്കൻ കഥാപാത്രങ്ങളുടെ പ്രേക്ഷകരുടെ പ്രിയങ്കരമായി മാറിയ ഒരു താരം കൂടെയായിരുന്നു കൊച്ചിൻ ഖനീഫ. ചാരുതയാർന്ന വില്ലൻ വേഷങ്ങളിൽ തിളങ്ങി നിന്നപ്പോഴും തനിക്ക് ലഭിച്ച പോസിറ്റീവ് കഥാപാത്രങ്ങളെ അവിസ്മരണീയമാക്കുന്നതിൽ വളരെ ശ്രദ്ധ നേടിയ ഒരു താരവും കൂടെയായിരുന്നു. 2010 ഫെബ്രുവരി 2 ഈ കലാകാരൻ നമ്മളെ വിട്ടുപിരിഞ്ഞു.